ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇപ്പം നമ്മൾ 8:55 9 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് കാട്ടാള മൂവിയുടെ പടത്തിന് ബുക്ക് ചെയ്തിട്ട് FDFS ഫസ്റ്റ് ഷോ ആണ്. നമ്മുടെ ജോയൽ ഹാഷിർ ഇന്നലെ വന്നിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പടം കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളെന്തായാലും ഫോറമാല ബുക്ക് ചെയ്തത്, കാരണം ഈ ഇത്രയും പതുക്കെ പോകണം. അല്ലെങ്കിൽ അങ്ങനെ ഫോറമാല ബുക്ക് ചെയ്യാൻ നമ്മൾ ലേറ്റ് ആയിട്ട് പോകുന്നത്. എന്തായാലും നമ്മൾ ഇറങ്ങട്ടെ. ലെറ്റ്സ് ഗോ ഫോർ കാട്ടാള മൂവി. ഹേ ഗൈസ്, ഒറ്റക്കൾ നമ്മുടെ ജോയൽ ഹാഷിരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഓക്കെ, 9:03 ഇത് 8:52. പക്ഷെ നമ്മുടെ ക്ലോക്കിൽ 9:03 കാണിക്കുന്നുണ്ട്. പരസ്യം ഉണ്ടായാൽ മതിയായിരുന്നു. അതിന്റെ ഫസ്റ്റ് ക്രെഡിറ്റ് സീന്, ആ ക്രെഡിറ്റ് സീൻ, ഈ ക്രെഡിറ്റ് സീൻ കണ്ടതൊക്കെ പറയാനുണ്ട്. ഈശ്വര ലേറ്റ് ആവില്ലേ? ഒരു 10 മിനിറ്റ് പരസ്യം വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ തിരുതി വെച്ച് പോകുന്ന സമയത്ത് പരസ്യം കാണത്തില്ല. എന്തായാലും ഞാൻ എത്തിയിട്ട് വരട്ടെ, ഓടിച്ചടിയതേ ഗൈസ്. ഫൈനലി നമ്മൾ എത്തി, നേരത്തെ എത്തിയ പരസ്യമുണ്ട്. രക്ഷപ്പെട്ടേ. യെസ്. ഓക്കെ, ഇനി പണം തുടങ്ങി കഴിഞ്ഞിട്ടൊക്കെ. ഓക്കെ, ബൈ ഗൈസ്. എങ്ങനെ നമ്മൾ പടം കഴിഞ്ഞ് ഇങ്ങനെ പടം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. കൊള്ളാം. അതായത് എന്താ പറയുക, ഒരു കണ്ടിരിക്കാൻ തിയേറ്റർ, അതായത് കണ്ടിരിക്കാൻ പറ്റിയ പടം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ തിയേറ്ററിൽ ഒന്ന് കണ്ടാൽ മാത്രമേ ഈ പടത്തിൻ്റെ ഇത് കിട്ടത്തുള്ളൂ. എന്താ പറയുക, അല്ലാണ്ട് നിങ്ങൾ കാണാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു എന്താ മറ്റേ സാധനം കിട്ടൂലേ, ഒരു സുഖം കിട്ടത്തില്ല. നമുക്ക് ആ ബിജിഎം ഒക്കെ ഒന്ന് ഫീൽ ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ തന്നെ വന്നിരിക്കണം. തിയേറ്ററിൽ നിന്ന് കാണണം. തിയേറ്ററിൽ മസ്റ്റ് യൂസ് പറയണം. അപ്പം ഇതിനകത്ത് അങ്ങനത്തെ പേര് നമ്മളെ തമിഴ് നടൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ പുള്ളി അടിപൊളി വില്ലനും അങ്ങനെ ഒരു സാധനമുണ്ട്. സ്വാഗ്. ആ രണ്ട് വില്ലന്മാര് തുടക്കത്തിൽ, ആ വില്ലനും അടിപൊളിയായിരുന്നു. വില്ലന്മാരെല്ലാരും കിടിലൻ വില്ലനാണ്. അങ്ങനെ സ്വാഗ്, അങ്ങനെ ഡാൻസ്, വേറെ ലെവലിൽ സാധനം. പിന്നെ ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തിരിക്കുന്ന BGM അതിന് തന്നെ കാണണം. കുഴപ്പമൊന്നുമില്ല, പുള്ളി അഭിനയിക്കുന്ന രീതിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തിരിക്കുന്ന BGM ഒരു രക്ഷയില്ല. പക്ഷെ ഓരോ ക്യാരക്ടേഴ്സും ഓരോരുത്തരും എൻട്രി ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് BGM ആണ്. BGMൻ്റെ ഒരു എന്താ പറയുക, അത് എന്താ പറയുക, മറ്റേ കറക്റ്റ് സൗണ്ട് ക്വാളിറ്റിയും ഇതുമുള്ള തിയേറ്ററിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ഇങ്ങനൊരു സാധനം കയറും. ഒയ്യോ, ചില ഫൈറ്റ് അത് ഫസ്റ്റ് വില്ലൻ്റെ എൻട്രിക്ക് ഒരു സാധനമുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, മറ്റേ ആനക്കൊമ്പിൻ്റെ സീൻസ് ആണല്ലോ കാണിക്കുന്നത്. അപ്പം ആനകളുടേതായ സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ഒറിജിനാലിറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും അതിനകത്ത് പറയാൻ, നല്ല പേട സാധനമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. എന്താ പറയുക, പ്രതീക്ഷിക്കാനുള്ള പടമൊക്കെ ഉണ്ട്. കണ്ട് നമുക്ക് പോയി നഷ്ടമില്ല, കാശ് പക്ഷെ അത് നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണാം. നല്ല തിയേറ്ററിൽ പോയി കാണാം. അല്ലാണ്ട് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സൂചിക്കത്തില്ല. നല്ല സൗണ്ട് സിസ്റ്റം, നല്ല സൗണ്ട് ക്വാളിറ്റിയുടെ തിയേറ്ററിൽ പോയി കാണണം. അങ്ങനെ പോയി കണ്ടിട്ട് കാര്യമുള്ളൂ. ഫൈറ്റ് ഒക്കെ ആണെങ്കിലും അടിപൊളി ഫൈറ്റ് ആണ്. നല്ല ഫൈറ്റ് ഉണ്ട്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ വേറെ റേഞ്ചിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അല്ല ഇങ്ങനെ ജിം എന്ന് പറഞ്ഞിങ്ങോട്ട് പോകുമ്പോൾ ജഗദീഷ് ചേട്ടനും വേറെ ജഗദീഷ് ചേട്ടൻ പുള്ളി ചില സാധനമൊക്കെ ഉണ്ട്. കണ്ടിന്യൂസ് ഇല്ലെങ്കിലും ചില ഇടക്കിടക്ക് ഓരോ സാധനമൊക്കെ ഇറക്കി വിടും. പിന്നെ അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരാൾക്കാരാണേലും ഒരാളുണ്ട് മോനെ അതിൻ്റെ അകത്ത്. അതിനു വേണ്ടി പടം കാണാൻ സർപ്രൈസ് അല്ലെ, അതിനു വേണ്ടി കാണാം. അതാണ് സാധനം എന്ന് പറയുക, A ക്ലാസ് സാധനം. അതൊരു വരവുണ്ട്. ലാസ്റ്റില് നമുക്കൊരു സർപ്രൈസ് ഉണ്ട്, അതാണ് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ആ വരവ് മോനെ അപ്പൊ ഇങ്ങനെ രോമം വേണ്ടിട്ടിരിക്കും. രോമം ഒട്ടും പ്രതീക്ഷിക്കാതെ രോമം വേണ്ടിയിരിക്കുന്നതാണ്. നമ്മളാ മലയാള സിനിമയിലെ നമ്മൾ പ്രതീക്ഷിക്കത്തില്ല അങ്ങനെ ഒരാൾ വന്ന് കയറുമെന്ന്. അജാതി സാധനം. ഓക്കെ, നമുക്ക് പടം കണ്ടിട്ട് എനിക്ക് നമ്മൾ ഇത്രയും ഒക്കെ നല്ലതുണ്ടെന്ന് പറയാൻ നല്ലതുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ചില നെഗറ്റീവ് സൈഡുകളും ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അല്ല എനിക്ക് അത് സെയിം ഇപ്പം പറഞ്ഞ ഡയലോഗ് എനിക്കത് കാണുമ്പോൾ ചിരി വരുവാ. സീരിയസ് എനിക്ക് ഇപ്പോഴും കാണുമ്പോൾ വെച്ചാൽ നമുക്ക് അങ്ങനെ കളിയാക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ചുമ്മാ ഉണ്ട്, ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഒരു മൊമെൻ്റ് എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അല്ലാണ്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു കൂടെ ചുമ്മാ ഒരു ഇതായിട്ട് നിർത്തിയിരിക്കുന്നത്. എനിക്കങ്ങനെ ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി നിർത്തിയാണോ അങ്ങനെ എന്തോ വേണ്ടി എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ബാക്കി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം നൈസ്, വേറെ ലെവലിൽ പോകുന്നുണ്ട് പടം. ഇതൊരു എന്താ പറയുക, നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ച് പോകരുത്. ഇവർ കുറേ ഹൈപ്പൊക്കെ വെച്ചിട്ട് അവരുണ്ട് ഇവരുണ്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷനൊക്കെ വെച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നിങ്ങൾ ഓവർ എക്സ്പെക്റ്റേഷൻ വെക്കാണ്ട് ഒരു പടം, ഇങ്ങനെ ഒരു മാസ് പടം, മേസരിയിലുള്ള പടം, ഒരു മാസ് പടം ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന രീതിക്ക് പോകാമെന്നുണ്ടെങ്കിൽ നൈസായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും.
ഞാനിപ്പോഴും പറയുന്നത് നല്ല തിയേറ്ററിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ, അല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു മെയിൻ സാധനമായിട്ട് നമ്മൾ നോക്കിക്കണ്ടിരുന്ന പാട്ട്, അങ്ങേരുടെ ഡാൻസും ആകുമ്പോൾ ആ തമിഴ് നടൻ സീരിയസ്ലി കേസ് എനിക്ക് അങ്ങനെ പേര് പറയണം, പേര് എനിക്ക് നാവിൻ്റെ തുമ്പ് പക്ഷേ എനിക്ക് പുറത്തേക്ക് വരുന്നില്ല. അങ്ങേരുടെ ഡാൻസും അതിന് കൊടുക്കണം, അതിനുണ്ട് അങ്ങനെ, അതിന് മാത്രം അങ്ങനെ പണി എടുത്തിട്ടുണ്ട്. അങ്ങേരുടെ വില്ലനിസവും പിന്നെ 2 വില്ലന്മാരെല്ലാം കട്ടയ്ക്കാണ്. പിന്നെ വേറൊരു വില്ലനുണ്ട്, അയ്യോ ആ വില്ലനെ കാണുമ്പോൾ ചിരി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വില്ലൻ അതിനാപ്റ്റായിട്ട് ഒരു തോന്നുന്നില്ല, ഒരു ഫീല് വരുന്നില്ല. അത് അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ ഒരു പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും സംസാരമാണെങ്കിലും വരുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക, ഒരു ആപ്റ്റ്നെസ് വരുന്നില്ല. പുള്ളിയാണോ വില്ലൻ എന്നുള്ള രീതിക്കൊരു അല്ല പുള്ളിയാണോ ഇതിനകത്ത് നിന്നുള്ളൊരു തോന്നൽ വരുന്നത്. ഒരുമാതിരി എന്തോ ഒരു ഡിസ്കസ്റ്റിങ് ഇത്, നമുക്കൊരു ആ പഞ്ച് പറഞ്ഞിട്ടൊരു ഏക്കണില്ല. നമുക്കിപ്പോൾ ചില ആൾക്കാരുടെ പഞ്ച് പറയാൻ നമുക്ക് കിട്ടുമല്ലോ ആ സാധനം നമുക്ക് കിട്ടുന്നില്ല. ബിജിഎമ്മിൻ്റെ കാര്യം അത് ഓരോ വില്ലന്മാർക്ക് ബിജിഎം കൊണ്ട് തന്നെ വില്ലന്മാരുടെ വില്ലൻസ് അങ്ങനെ പീക്ക് ലെവലിൽ പോകും. അത് വേറെ നല്ല തിയേറ്ററിൽ പോയാൽ മാത്രമേ ശരിയാവത്തുള്ളൂ, അതായത് ചെയ്യത്തുള്ളൂ. എന്നാലും ഒരു മിനിറ്റ്, ഞാൻ ചെറിയ സംഭവം ചെയ്തിട്ടേക്ക്. അത് കഴിഞ്ഞ് എൻ്റെ പൊന്നെ എന്തൊരു ബിജിഎമ്മാണോ എന്തോ. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഓവർ എക്സ്പെക്ടേഷൻ പോകാണ്ടിരിക്കുക, ഹനാൻ ഷായുടെ വലിയതൊന്നും വെച്ച് പോകാണ്ടിരിക്കുക. നിങ്ങൾ നോർമൽ പടം കാണുന്ന രീതിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ എന്തൊക്കെയൊക്കെയോ ചില സമയത്ത് ഒരിത് വരാത്ത ഫീലുണ്ട്, ഒരു ചെറിയതായിട്ടൊരു സ്ലോ ഫേസിൽ പോകുന്നത് തോന്നുന്നുണ്ട്. ഇത്രയും ഒരു സർട്ടിഫിക്കറ്റ് പടം വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഞാൻ ഓവർ എക്സ്പെക്ടേഷൻ വെച്ചെന്ന് തോന്നുന്നു. ഒരുപാട് പ്രതീക്ഷ വെച്ച് സർട്ടിഫിക്കറ്റ് പടം, മറ്റേ ഈ മാർക്കോടെ പടം, മറ്റേ വയലൻസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പോയപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു സാധനം വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറിയ രീതിക്ക് ഡിസപ്പോയിൻ്റ് അടിച്ചു. എന്നാലും ചില സീക്വൻസ് ഇതായിട്ടുണ്ട്. എൻ്റെ ഫുൾ പടം 1 മാസം ഇതൊന്നും പ്രതീക്ഷിച്ച് പോയെന്നും വേണ്ട, ചില സീനൊക്കെ ഉണ്ട്. മറ്റേ ഒരു വണ്ടിക്കകത്ത് വരാൻ പാട്ട് പറഞ്ഞ സീനൊക്കെ, അതൊക്കെ എന്തിനാണോ എന്തോ ചുമ്മാ വലിച്ചവരൊട്ടിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. സർപ്രൈസ് അതിന് വേണ്ടി നമ്മൾ പടം കാണാം, ആ സർപ്രൈസിന് വേണ്ടി. എനിക്ക് തോന്നുന്നത് അതൊക്കെ ഇനിയൊരു ഇതിന് വേണ്ടിയിട്ടായിരിക്കും ഇവർ ഇത് ഇങ്ങനെ ഇതാക്കിയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു ഇങ്ങനെ ഉണ്ടെന്ന് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കണം അവരിങ്ങനത്തെ രീതിയിൽ ഇറക്കിയിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രാവശ്യം. അല്ലാണ്ട് ഇങ്ങനെ ഇറക്കേണ്ട കാര്യമില്ലല്ലോ, ഒരാവശ്യമില്ല. അപ്പം നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് പറയുക. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയാം. PXL സ്ക്രീനായിരുന്നു, പക്ഷേ ഫുള്ളൊന്നും അല്ലായിരുന്നു, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. സോ നിങ്ങൾ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ കണ്ടതിൻ്റെ അഭിപ്രായം പറയുക, കാണാൻ പോകുന്നതാണെങ്കിൽ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുക. ഓക്കെ, പെപ്പയുടെ അഭിനയമൊക്കെ അടിപൊളിയും മാസിനൊക്കെ ഒരു രക്ഷയില്ല, ഡയലോഗ് തല്ല് സീനുകളൊക്കെ തന്നെ. പക്ഷേ എനിക്കൊരു കാര്യം തോന്നുന്നില്ല, ഇത്രയും മാസ് കയറാണ് നോർമലായിട്ട് സ്റ്റണ്ടാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് കിട്ടിയെന്ന് എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. എനിക്കത് തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഓവറോൾ ഓക്കെയാണ്. പിന്നെ നമുക്ക് 1-2 ക്യാമിയോയൊക്കെ ഉണ്ട്. നമ്മളീ പറഞ്ഞ പോലെ നമ്മുടെ ഹിപ്സ്റ്ററൊക്കെയാണ് അടുത്ത്. ഹിപ്സ്റ്ററിന് അത്ര വലിയ ഇതൊന്നും ഇല്ലെങ്കിലും കൊള്ളാം. പക്ഷെ അതിൻ്റെയൊക്കെ വരുന്നൊരു ലേഡി ക്യാരക്ടർ ഉണ്ട്, അതിന് സാധനം മനെ അവക്കൊരു BGM അങ്ങോട്ട് കൊടുത്തിട്ട് വേറെ ലെവലുകൾ കൈകാര്യം ചെയ്തത്. സോ നിങ്ങൾ കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു റിവ്യൂ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.